ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ICAR തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കാറുള്ള ഒരു ചോദ്യവുമായിട്ടാണ്, അതായത് നിങ്ങളുടെ സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്രമാത്രം സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് കിട്ടും, അല്ലേ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ. അത് അറിഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അഥവാ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാൽക്കുലേഷൻസ്, നിങ്ങളുടെ ബഡ്ജറ്റിന് അഥവാ എന്താ പറയുക, നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം ചിലവ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒതുങ്ങുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ വേണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൾസോ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പേഴ്സണലൈസ് കൗൺസിലിങ്ങിൻ്റെ കാര്യം താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിൽ അറിയിക്കും. സോ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൗൺസിലിങ്ങിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം നമ്മുടെ ICAR സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ICAR സ്കോളർഷിപ്പ് നമുക്ക് മെയിനായിട്ട് ICAR എടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് ICAR NTS, നാഷണൽ ടാലൻറ്റ് സ്കീം എന്ന് പറയുന്നത്. അഥവാ നാഷണൽ ടാലൻറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ആ ക്രൈറ്റീരിയകൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ സ്കോളർഷിപ്പ് ലഭിക്കത്തുള്ളൂ. അതെന്തൊക്കെയാണ്, അത് എത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ICAR ഈ NTS അഥവാ നാഷണൽ ടാലൻറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് പല എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. ഓക്കെ, നമ്മുടെ UG ആവട്ടെ, PG ആവട്ടെ, JRF എടുക്കുന്നവർക്കാവട്ടെ, ഇവർക്കെല്ലാവർക്കും പല പല എമൗണ്ട് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്. അത് എത്രയൊക്കെ എമൗണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് 3000 എമൗണ്ട് കിട്ടാം. 3000 തൊട്ട് 12,500 15,000 രൂപ വരെ എന്ത് ചെയ്യാറുണ്ട്, മാസം കിട്ടാറുണ്ട്. അത് ഓരോ നിങ്ങളുടെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ UGയുടെ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ നോക്കിയോ, UGയുടെ കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി കിട്ടാൻ പോകുന്നത് 3000 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, 3000 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് എല്ലാ മാസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പക്ഷേ ഈ 3000 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചില ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഈ ക്രൈറ്റീരിയകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഈ 3000 റുപ്പീസ് കിട്ടത്തില്ല. ആ കാര്യം ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോഴേ ഞാൻ പറഞ്ഞോളാം. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡൊമിസൈൽ സ്റ്റേറ്റിന് പുറത്തുള്ള ഏതെങ്കിലും കോളേജിലായിരിക്കണം, അതോ പുറത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടത്. അതായത് നമ്മുടെ ഡൊമിസൈൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഈ സ്വന്തം സ്റ്റേറ്റിന്, നമ്മുടെ ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ് കേരളത്തിനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡൊമിസൈൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിന് പുറത്ത് പോയി ഏതെങ്കിലും കോളേജിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ ഈ പറഞ്ഞ ICAR NTSന് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, എലിജിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തുള്ള ഏതെങ്കിലും ICARലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്ത് എവിടെയെങ്കിലും കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എമൗണ്ട് നിങ്ങൾ എന്താണ്, എലിജിബിൾ ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ പറയണത്, ഇതിൽ നിങ്ങളുടെ പാർട്ട് ടൈം ആയിട്ടോ അഥവാ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ജോബ്സോ അഥവാ വേറെ എന്തെങ്കിലും സ്കോളർഷിപ്സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല. അപ്പോൾ പാർട്ട് ടൈം ജോബുകളൊന്നും ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ അവരാരും അറിയാൻ പാടില്ല എന്നൊരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. അവരറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ സ്കോളർഷിപ്പ് ക്യാൻസൽ ആവും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3000-നെക്കാളും കൂടുതൽ എമൗണ്ട് കിട്ടുന്ന എന്തെങ്കിലും ജോബാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യും, അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. വേറെ സ്കോളർഷിപ്സ് ഒന്നും കിട്ടാത്ത ഒരു കുട്ടിയും കൂടി ആയിരിക്കണം. അടുത്ത് ഇനി ഇത് റിന്യൂ ചെയ്യണമെങ്കിൽ, ഇപ്പം ഈ ആദ്യത്തെ ഒരു 6 മാസം നമുക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ട് അടുത്ത സെമ്മിലോട്ട് നിങ്ങൾ പോകുമ്പോൾ റിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സ്കോർ, ഓക്കെ, CGPA എന്ന രീതിക്കായിരിക്കും അവർ എന്ത് ചെയ്യുന്ന സ്കോർ പറയുന്നത്. ഈ CGPA എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആയിരിക്കണം. ഓക്കെ, അതായത് 7ൽ കൂടുതൽ നിങ്ങൾക്ക് CGPA സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് അത്രമാത്രം, അതായത് നിങ്ങൾ അക്കാഡമിക് വൈസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുന്ന കുട്ടിയും കൂടെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ. CGPA 7 കിട്ടാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഫുൾ മാർക്ക് എടുക്കണമെന്ന ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ CGPA 7 ഉണ്ടെങ്കിൽ, ഇത് ജനറൽ, EWS, OBC ഇവർക്ക് എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ജനറൽ OBC, EWS ഇവർക്ക് എല്ലാവർക്കും എന്ത് തന്നെയാണ്, ഈ 7 തന്നെ വേണം. അതേസമയം SC ST ക്കാണെങ്കിൽ അവർക്ക് എത്ര മതി, 6.5 മതി. ഓക്കെ, 6.5 CGPA എന്താ ധാരാളമായിരിക്കും എന്തിന്, SC STക്ക്. ഇതാണ് നമ്മുടെ ഇവരുടെ ക്രൈറ്റീരിയ പറയുന്നത്. ഓക്കെ, ഇനി ഒരു ക്രൈറ്റീരിയ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക്
സബ്ജക്ട്സുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ മാസത്തിനുള്ളിൽ നിങ്ങൾ സബ്ജക്റ്റുകളൊന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും മാത്രം എന്ത് ചെയ്യുള്ളൂ നമ്മുടെ UGയുടെ കാര്യം പറയണം. ഇനി PGക്ക് ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്. ഉറപ്പായിട്ടും PG, നിങ്ങൾ PG എടുക്കുന്നവർ സ്വാഭാവികമായിട്ട് ആലോചിക്കുന്നതായിരിക്കും, നമ്മൾ PG എടുക്കുമ്പോൾ നമുക്ക് എത്ര സ്കോളർഷിപ്പ് കിട്ടും അല്ലേ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ UG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും എന്ത് ചെയ്യാം, ഈ ഡൗട്ട് ചോദിക്കും. അപ്പോൾ അവരോട് പറയാനുള്ളത്, ICR PG ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ PGക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 5,000 റുപ്പീസ് എന്ത് ചെയ്യും, ഇവിടെയും കിട്ടും. ഓൾസോ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുവിധ അടിക്കേസിലും അഥവാ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കോളേജ് ആകുമ്പോൾ കോളേജിൻ്റെ രീതിയിലായിട്ടുള്ള റാഗിങ്ങും ഇടി എല്ലാം കാണുമല്ലോ. അപ്പോൾ അതിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവോൾവ് ആവാൻ പാടില്ല. വയലൻസ് ആയിട്ടുള്ള ഒന്നിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവോൾവ് ആവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഈ സ്കോളർഷിപ്പ് അവരെന്ത് ചെയ്യും, ഒഴിവാക്കും. അപ്പോൾ ആ കാര്യം കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൽ വരുന്നത്. പിന്നെ ICR PGയിലാണെങ്കിൽ 5,000 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ICR JR എടുക്കുകയാണെങ്കിൽ, ഓക്കെ, JR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ICR PGക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ AIEE എന്ന് പറഞ്ഞ എക്സാം എഴുതുമല്ലോ. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല സ്കോർ കൂടിയുള്ളവർക്ക് എന്ത് ചെയ്യാം, JR ആയിട്ട് അവിടെ സെലക്ട് ആകാം. JR ആയിട്ട് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 12,640 രൂപ സംതിങ് ആണ് എന്ത് ചെയ്യുക, നമുക്ക് മന്ത്ലി കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇവിടെയും മന്ത്ലി ആയിരിക്കും ഈ പറഞ്ഞ എമൗണ്ട് കിട്ടുന്നത്. ഇവിടെ JR ആണെങ്കിൽ 12,640. ഇനി സീനിയർ റെസിഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടാം, 15,000 റുപ്പീസ് അടുപ്പിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പെർ മന്ത് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്കോളർഷിപ്പ് സ്കീംസ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ PGയിലും JRയിലും എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അടിപിടിയായിട്ടുള്ള കേസുകളൊന്നും പെടാൻ പാടില്ല. നിങ്ങളുടെ അക്കാഡമിക് വൈസ് നിങ്ങൾ നല്ലോണം പെർഫോം ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആയിരിക്കണം. ഇങ്ങനത്തെ പാർട്ട് ടൈം ജോബുകളൊന്നും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം എന്ത് ചെയ്യും, ഇതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നാൽ കേരളം ഒരിക്കലും ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ പറയില്ല കേട്ടോ. എന്നാൽ കേരളത്തിനെക്കാട്ടും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് പുറത്ത്. ഓക്കെ, നല്ല മാർക്കുള്ളവരാണോ നിങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് തന്നെ പോവുക. കേരളം സ്റ്റിക്ക് ചെയ്യാൻ നിൽക്കാതിരിക്കുക. നല്ല കോളേജ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിച്ചിട്ട് പിടിച്ചെടുത്താൽ മതി. നമ്മുടെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല യൂണിവേഴ്സിറ്റി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, കേരളം നമ്മുടെ റാങ്ക് വൈസ് എടുത്താൽ പോലും 40-45 നമ്മുടെ കേരളത്തിൻ്റെ റാങ്ക് വരുന്നത്. തൊട്ടടുത്തിടുന്ന തമിഴ്നാട് എന്താണ് ഓൾമോസ്റ്റ് 7 ഓൾ ഇന്ത്യ റാങ്കാണ്. ഞാൻ പറഞ്ഞത് 7ലാണ് എന്ത് ചെയ്യുന്നത്, തമിഴ്നാട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷനിൽ വരുന്നുണ്ട്. ഒരിക്കലും കേരളത്തിലെ ബാക്കിയുള്ള എഡ്യൂക്കേഷനും വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. കേരളത്തിലെ ബാക്കിയുള്ള എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ കേരളമാണ് ലിറ്ററസിയിൽ ഏറ്റവും കൂടുതൽ മുമ്പിലുള്ളത് ഇന്ത്യയിൽ. പക്ഷേ ഈ യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കാളും ബെറ്റർ യൂണിവേഴ്സിറ്റികൾ പുറത്തുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ് പുറത്ത് കിട്ടും. പ്ലേസ്മെൻറ്റുകൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെൻറ്റുകൾ കിട്ടും. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് സെലക്ട് ചെയ്യുക. നമ്മുടെ കൗൺസിലിംഗ് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി കാര്യങ്ങൾ ബാക്കി ഹെൽപ്സും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതേപോലത്തെ ഇൻഫർമേഷണൽ ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഫേർട്സ് ഇടുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ലൈക്ക് ആണെങ്കിൽ പോലും അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ വാല്യൂ ആണ്. വലിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നതാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.